ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായി. അഭിനേതാക്കളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ഓം പ്രകാശ് താമസിച്ച ഹോട്ടലിൽ എത്തിച്ച ഇളമക്കര സ്വദേശിയാണ് പിടിയിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇപ്പോൾ പിടിയിലായ ആൾ കൊണ്ടെത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണോ പോലീസ്? അനുജ, അല്പസമയം മുമ്പ് കൊച്ചി DCP തന്നെ വ്യക്തമാക്കിയിരുന്നു, ഈ വിഷയത്തിൽ ഓം പ്രകാശിന് ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറല്ല, വിശദമായ പരിശോധന നടത്തും. കാരണം കൊച്ചിയിലേക്ക് ഒരു ലഹരി സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തുക. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശ്രീനാഥ് ഭാസിയുടെയും പ്രയാഗ മാർട്ടിന്റെയും ഓം പ്രകാശിന്റെ മുറിയിലേക്കുള്ള സന്ദർശനമാണ്. ഇരുവരെയും എത്തിച്ചത് ഇളമക്കര സ്വദേശിയായ ബിനു ജോസഫ് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ബിനു ജോസഫിന്റെ പേരും പോലീസ് പരാമർശിച്ചിരുന്നു. ഇയാൾ മുൻപും MDMA പിടിയിലായിട്ടുണ്ട്, NDPS കേസുകളടക്കം പ്രതിയായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇയാളെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ ആളുകളിലേക്ക് എത്താനാകും. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശിന്റെ മുറിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്താനാകും. അതിനുശേഷമായിരിക്കും ഈ താരങ്ങളെ ചോദ്യം ചെയ്താൽ മതി എന്നൊരു തീരുമാനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതിന് മുന്നോടിയായാണ് ബിനു ജോസഫിനെ ചോദ്യം ചെയ്യുന്നത്. അനുജ, ഉന്മേഷം. പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിലാണ് ഇപ്പോൾ ഒരാൾ കൂടി കസ്റ്റഡിയിലായത്.